ഹലോ കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ചിക്കൻ പിരളനാട്ടോ ഉണ്ടാക്കുന്നത്. നല്ല നമ്മൾ സാധാ ചിക്കൻ വെക്കണ പോലെ ഇങ്ങനെ വെച്ച് നോക്കി, നല്ലൊരു ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൊറാട്ടൻ്റെ കൂടിയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ. ഇതിൻ്റെ ചെറിയൊരു അരവോട് കൂടിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായാലേ നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ചിട്ടേ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ ഞാനേ 1 കിലോ ബീഫാട്ടോ എടുക്കണത്. ആ ബീഫൊക്കെ ഒന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതാണ്. കുക്കറിലാട്ടോ വെക്കണത്. കുക്കറിൽ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതൊക്കെ ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കാം. അടുപ്പത്ത് വെച്ചാൽ വേവില്ല, അതാണ് കുക്കറിൽ വെച്ചത്. നല്ല വേഗില്ല ഇറച്ചിയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് കുക്കറിലിട്ട് കൊടുത്തിട്ടേ നമുക്ക് കഴിക്കില്ല ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. ഇപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം, ചെറിയ ഉള്ളി ഇതൊക്കെ കൂടെ ചാച്ചാട്ടോ. കുരുമുളകും ഉണ്ട് ഇതിൽ. ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിൽ ചാച്ചാട്ടോ. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി 2 സവാള അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ടേ ആവശ്യത്തിന് ലേശം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നന്നായി തിരുമ്മിയിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിനിപ്പോൾ 2 സവാള അരിഞ്ഞുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ലേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടേ അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സവാളയൊക്കെ നല്ലോണം തിരുമ്മി യോജിപ്പിച്ചണം. ഈ മഞ്ഞൾപ്പൊടി, സവാളയും അരവുകളൊക്കെ പാടേ നല്ലോണം തിരുമ്മിയിട്ടേ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ല വേഗില്ല കുക്കർ പിന്നെ ഇറച്ചിയാണ്. അതുകൊണ്ട് ഇത് ആദ്യം 5-6 വിസിലെത്തിയിട്ട് പിന്നെ ചെറിയ ഫ്ലെയിം ആക്കിയിട്ടും കുറേ വരുത്തണം കേട്ടോ. അപ്പോഴേ വേഗുള്ളൂ. ഇറച്ചിൻ്റെ വേഗിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ നിങ്ങൾ കേട്ടോ. അപ്പോൾ നല്ല വേഗില്ലാത്ത ഇറച്ചിയാണെങ്കിൽ അധികം വിസിലേണ്ട ആവശ്യമില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് കുക്കറിൽ വെന്ത് വരട്ടെങ്കിൽ നമുക്ക് അതിക്കില്ല ബാക്കിയുള്ള ചേരുവകളും കൂടി ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോയാലോ. ഒരു നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം, കുരുമുളക്, ചെറിയ ഉള്ളി ഇതൊക്കെ കൂടെ ചതച്ചതാണ്. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റാം. അതൊക്കെ ഒന്ന് വഴന്നിരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കട്ടോ. ഇതൊക്കെ നല്ലോണം ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ലോണം വഴന്ന് വരുമ്പോഴേ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതൊക്കെ നന്നായി വഴന്ന് വരട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് 2 സവാള അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴലണം കേട്ടോ. സവാള ഇളം ബ്രൗൺ കളറാവോളം വഴലണം. അങ്ങനെ ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായി വഴന്ന് വന്നോളൂ. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചണേ. തീ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. തീ ചെറുതാക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി. ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് സവാള എളുപ്പം വഴന്നിട്ടും. അതൊക്കെ പൊടിക്കൈകളാണ്. അങ്ങനെ അത്യാവശ്യമൊക്കെ സവാള വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കായിക്ക്. ഇപ്പോൾ 2 തക്കാളി കേട്ടോ. 2 തക്കാളി ചെറുതായി സ്റ്റോപ്പ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയും കൂടി ഇട്ടിട്ടേ നല്ലോണം തക്കാളിയൊക്കെ അതിലൊന്ന് മെൽറ്റായി വരട്ടെ. നല്ലോണം ഇളക്കി നല്ലോണം വെന്തടഞ്ഞ് വരണം കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം വെന്തടഞ്ഞ് വന്നിട്ടേ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പച്ചമുളകും തന്നെ അതിൽ കടന്നിട്ട് നല്ലോണം വഴറ്റണം കേട്ടോ. അതും അതിൽ കടന്നിട്ട് നല്ലോണം വഴന്ന് വരട്ടെ.
കറിവേപ്പില മല്ലിയിലയും ചേർത്ത് കൊടുക്കാം നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ടേ പൊടികൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ മല്ലിപ്പൊടി 1.5 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, കാശ്മീരി ചില്ലി 2 ടീസ്പൂണ്, മുളകും പൊടി 1 ടീസ്പൂൺ കേട്ടോ. ഇതൊക്കെ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഈ പൊടികളൊക്കെ ഈ കടന്നിട്ടേ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ട് കേട്ടോ. ഫ്ലെയിം കൂട്ടിയാലേ കരിഞ്ഞു പോകുള്ളൂ. അങ്ങനെ ഇതിൻ്റെ ഫ്ലെയിമൊക്കെ നല്ലോണം ചെറുതാക്കിയിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അത് വെന്ത് വരുമ്പോൾ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ഇറച്ചിയുണ്ടല്ലോ, നല്ലോണം വെന്തിട്ട് അതും കൂടി ഇതിക്കണം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വരെ ഇതിൽ കടന്നിട്ട് വേകണം ഇറച്ചി. ഈ മസാലയൊക്കെ അതിന്മേൽ പിടിച്ചിട്ടേ. അങ്ങനെ അതൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ നല്ലോണം ആയി കടന്നിട്ട് മെൽറ്റാവും ഗ്രേവി. ഇനി ഉപ്പില്ലെങ്കിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇറച്ചി വെന്തത് നമ്മൾ കുക്കറിൽ വേവിച്ച ഇറച്ചി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഈ കടന്നിട്ടൊന്ന് വേണം, ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ. അപ്പോൾ അതിൻ്റെ മസാല കൈമ നല്ലോണം പിടിച്ച് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ കുക്കറിൽ വെച്ച ഇറച്ചിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച വെള്ളത്തിലേറെ കുറച്ചുകൂടി വെള്ളം ഉണ്ടായിട്ടുണ്ട്. അതും കൂടി ഇതിൽ ഇട്ടിട്ടേ നല്ലോണം ഇളക്കി കൊടുത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിക്കോളി. എന്നിട്ട് അടച്ച് വെച്ചാൽ നല്ലോണം ഒരു 10 മിനിറ്റ് വരെ കളഞ്ഞിട്ടൊന്ന് വേകട്ടെ. അരവൊന്ന് വറ്റാനുണ്ട്. നല്ല ഗ്രേവിയോടുകൂടെ കൂടിയതാട്ടോ. ചിക്കൻ പിരൾ, ബീഫ് പിരളനാട്ടോ. കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണിത്. നിങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും എല്ലാറ്റിൻ്റെ കൂടിയും വെറുംചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ചെറിയൊരു ഗ്രേവി ഉണ്ടാവും. നല്ല ടേസ്റ്റാണിത്. വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയിട്ടേ നമുക്കൊരു സപ്പോർട്ടൊക്കെ തന്നെ. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.